വെൽക്കം സ്റ്റുഡൻസ്. സോ നമ്മൾ 2 dimensional arrayയുടെ സെക്കൻഡ് വീഡിയോ ആണിത്. സോ അപ്പം ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു എലമെൻറ്റ് പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പ്രോഗ്രാം ദിസ് 2 dimensional arrayയിലേക്ക് എലമെൻറ്റ്സ് റീഡ് ചെയ്യാം, എങ്ങനെ എലമെൻറ്റ്സ് അതിനകത്ത് നിന്ന് പ്രിൻറ്റ് ചെയ്യാം, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് നോക്കാം. സോ അപ്പോൾ നമ്മൾ യൂഷ്വലി അറേയുടെ പ്രോഗ്രാം നമ്മൾ ചെയ്തപ്പോൾ ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ, നമ്മൾ അറേ എലമെൻറ്റ്സ് എത്ര എണ്ണം വേണം, ദാറ്റ് ഇസ് n എന്നൊരു വാല്യൂ നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ലിമിറ്റ് അല്ലേ, എത്ര എലമെൻറ്റ്സ് ആണ് അറേയിൽ വേണ്ടത് എന്നുള്ള ലിമിറ്റ് നമ്മൾ റീഡ് ചെയ്തില്ലേ. അതുപോലെ 2 dimensional arrayയിലാകുമ്പോൾ നമുക്കിവിടെ രണ്ട് ലിമിറ്റ് വേണം, റോയുടെ വാല്യൂ, കോളത്തിൻ്റെ വാല്യൂ. സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്പം നമ്മളൊരു പ്രിന്റർ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് enter the number of rows, then scanf %d r, then അതേപോലെ തന്നെ പ്രിന്റർ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് കോളം റീഡ് ചെയ്യാം. സോ scanf %d c. സോ ഞാൻ തന്നെ ആറിനും സിന്നും തന്നെ ഞാൻ കോളം യൂസ് ചെയ്യുകയാണ്, മീൻസ് വേരിയബിൾ യൂസ് ചെയ്യുകയാണ് ഫോർ സ്പെസിഫൈ ദ റോ ആൻഡ് കോളം ആർ ആൻഡ് സി. പല പ്രോഗ്രാമിൽ എമ്മും എന്നും പിയും ക്യൂവും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനകത്തൊന്നും ഒരു കാര്യമില്ല. നമ്മൾ കോളം അല്ലെങ്കിൽ റോ ഒക്കെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി വേരിയബിൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ആറും സിന്നും അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിൽ ആറിൻ്റെ വാല്യൂ ഞാൻ 3യും സിൻ്റെ വാല്യൂ 4 ആണ്, വിച്ച് മീൻസ് ഓവറോൾ നമുക്ക് ഒരു 12 എലമെൻറ്റ്സ് റീഡ് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ ഈ ഒരു ലൂപ്പ് ഞാനിവിടെ നിങ്ങളിപ്പോൾ എഴുതിയിട്ടു, അതെന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നുള്ളൂ. ദാറ്റ് ഇസ് ഒരു ലൂപ്പ് നിങ്ങൾ നോക്കി, ഒരു ഫോർ ലൂപ്പിൻ്റെ അകത്ത് വേറെ ഫോർ ലൂപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 2 ലൂപ്പിൻ്റെ ആവശ്യമുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇതാണ് നമ്മൾ ആ മെട്രിക്സ്. അപ്പോൾ ഞാൻ ഓരോ മെട്രിക്സിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, പോസ്റ്റ് ഉണ്ട്. 0 0 0 1 0 2 0 3 അല്ലേ. അപ്പം ഈ ഒരു റോയുടെ പ്രത്യേകത എന്താ, റോയുടെ നമ്പറായ 0 അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കോളത്തിൻ്റെ വാല്യൂ മാത്രമാണ് ഒരു വാല്യൂ വെച്ച് അങ്ങോട്ട് ഇൻക്രിമെൻ്റ് ആവുന്നത് കേട്ടോ. 0 1 2 and 3 അതിൻ്റെ റോയുടെ വാല്യൂസ് എല്ലാം സെയിം ആയിട്ട് 0 തന്നെ നിൽക്കുവാണ്. അതുപോലെ സെക്കൻഡ് റോ നിങ്ങൾ എടുത്താൽ സെക്കൻഡ് റോയുടെ വാല്യൂ എന്താ, റോയുടെ വാല്യൂ എന്താ 1 ആണ്. സോ അപ്പോൾ അവിടെയാണ് നോക്കി നിങ്ങൾ എല്ലായിടത്തും 1 0 1 1 1 2 and 1 3. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ഈ റോയുടെ വാല്യൂ ആയ 1 എല്ലാം അങ്ങനെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. വേറെ റോയും കോളത്തിൻ്റെ വാല്യൂ മാത്രമാണ് നമ്മളിവിടെ ഇൻക്രിമെൻ്റ് ആവുന്നത്. ദാറ്റ് ഇസ് 1 0 1 1 1 2 and 1 3. അടുത്തത് നമ്മൾ അടുത്ത റോ ആണ് 2. സോ ആ 2 എന്ന് പറഞ്ഞ റോയിൽ എലമെൻറ്റ്സിനെ എങ്ങനെ സ്പെസിഫൈ ചെയ്യാം, 2 0 2 1 2 2 2 3 കണ്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി, നമ്മുടെ റോയും ഇൻക്രിമെൻ്റ് ആവുന്നുണ്ട്, അതേപോലെ കോളവും ഇൻക്രിമെൻ്റ് ആവുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമുക്ക് 2 ഡയമെൻഷൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ 2 ലൂപ്പ് യൂസ് ചെയ്യാൻ കാരണം. അതുപോലെ ഒരു ലൂപ്പിൻ്റെ വർക്കിംഗ്, ഈ ലൂപ്പിങ്ങിൻ്റെ വർക്കിംഗ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു റോയിലേക്ക് എൻട്രി, ഏത് റോ ആണെന്ന് വെച്ചാൽ ആ റോ ആദ്യം സ്പെസിഫൈ ചെയ്യും. ദാറ്റ് ഇസ് 0th റോ. 0th റോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ റോയുടെ വാല്യൂസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. റോയുടെ വാല്യൂ റിമെയിൻ സെയിം, ബട്ട് കോളം വാല്യൂ മാത്രം നമുക്ക് ഓരോന്ന് വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഇസ് ലൊക്കേഷൻ 0 0 0th റോ ആണ് 0 സെയിം ആണ്. അടുത്തത് 0 1 2 and 3. അപ്പം 0 എല്ലായിടത്തും സെയിം ആണ്, ബാക്കി കോളത്തിൻ്റെ വാല്യൂ മാത്രം ഒന്ന് വെച്ച് ഇൻക്രിമെൻ്റ് ആവുന്നത് കേട്ടോ. അങ്ങനെ ഓരോ റോയിലും നമുക്ക് വേണ്ട 4 കോളത്തിലെ എലമെൻറ്റ്സും റീഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, വീണ്ടും റോ ഒന്ന് ഇൻക്രിമെൻ്റ് ആവും. ഓക്കെ ആണേ, വീണ്ടും റോ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് വീണ്ടും ഇതേ പ്രൊസീജിയർ, കോളം 0 തൊട്ട് 4 വരെ പോകണം, 0 തൊട്ട് 3 വരെ പോകണം. വീണ്ടും ആ 4 എലമെൻറ്റ് ആ റോയിൽ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടു ഗോ ടു ദി തേർഡ് റോ. തേർഡ് റോയിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതേ പ്രൊസീജിയർ, ദാറ്റ് ഇസ് കോളം വാല്യൂ മാത്രം ഇൻക്രിമെൻറ്റ് ചെയ്ത് 0 1 2 3 എന്ന് പോവുക, ബട്ട് റോ വാല്യൂ റിമെയിൻസ് സെയിം ആസ് 2. സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ലൂപ്പിംഗ് കോൺസെപ്റ്റ് വർക്ക് ചെയ്യേണ്ടത്. ഒരു സമയം ഒരു ലൂപ്പ്, 2 ലൂപ്പ് വേണം, ഒന്ന് റോയിനെ സ്പെസിഫൈ ചെയ്യാനും ഒന്ന് കോളം സ്പെസിഫൈ ചെയ്യാനും 2 ലൂപ്പ്. ഓക്കെ ആണ്. ഓരോ തവണ റോയ്ക്ക് ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ മാറാതെ തന്നെ നമുക്ക് 4 എലമെൻറ്റ് റീഡ് ചെയ്യേണ്ടി വരും കേട്ടോ. ഈ 4 എലമെൻറ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വിൽ ഗോ ടു ദി നെക്സ്റ്റ് റോ. അവിടെയും അടുത്ത റോയുടെ വാല്യൂ സെയിം ആയിട്ട് നിൽക്കും, ബട്ട് അവിടെയും കോളം വാല്യൂ സെയിം ആയിട്ടില്ല. അപ്പം ഓരോ തവണ റോ വാല്യൂ കിട്ടുമ്പോഴും അതിനകത്താണ് വീണ്ടും നമ്മൾ കോളം വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഈ പറയുന്ന 2 ലൂപ്പ്. ദാറ്റ് ഈസ് ഫോർ i = 0 നമ്മളപ്പോൾ ഈ റോ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി i എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്തിട്ടുള്ള ലൂപ്പും, വേറെ കോളം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ j യൂസ് ചെയ്തിട്ടുള്ള ഒരു ലൂപ്പുമാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തത്. 2 ലൂപ്പ്, 4 ലൂപ്പ്, ഐയുടെ ജെയുടെ 2 ലൂപ്പുകളാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ആണ്. അപ്പോൾ ഇവിടെ ഫോർ i = 0 i less than r i plus plus. ഓക്കെ, അപ്പം ആറിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ 0 തൊട്ട് <3 എന്ന് പറയുമ്പോൾ ഇവിടെ 0 1 and 2 അല്ലേ. then j = 0 j less than c എന്ന് പറഞ്ഞാൽ സിയുടെ വാല്യൂ ഇവിടെ 4 ആണ്. അപ്പോൾ 0 തൊട്ട് 1 2 3. അപ്പോൾ ഇത്രയല്ലേ നമുക്ക് വേണ്ട കണ്ടീഷന്. യെസ്. സോ അപ്പോൾ ഓരോ തവണ നമുക്ക് ഈ ലൂപ്പിനകത്തേക്ക് എങ്ങനെയാണ് എലമെൻറ്റ് റീഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം.
So ആദ്യമേ ലൂപ്പ് ഐ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ ആർ ഐ പ്ലസ് പ്ലസ്. സോ ആദ്യമേ ഇനിഷ്യലി സോ ഐയുടെ വാല്യൂ ഈസ് 0. whereas 0 ലെസ് ദാൻ 3 ആണോ? യെസ്, കണ്ടീഷൻ ട്രൂ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ലൂപ്പിലേക്ക് കയറി. ലൂപ്പിലേക്ക് കയറിയിട്ട് ഫോർ ജെ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ സി. സോ ജെയുടെ വാല്യൂ ഇവിടെ ആദ്യം ഇനിഷ്യലൈസ് ചെയ്യാൻ പോവാണ്. ഇറ്റ് ആസ് 0. then 0 is less than 4 ആണോ? യെസ്, കണ്ടീഷൻ ഇസ് ട്രൂ. സോ ലൂപ്പിനകത്തേക്ക് കയറി. അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്കാൻഎഫ് റീഡ് ചെയ്യാനാണ്. സ്കാൻഎഫ് പെർസെൻറ്റേജ് ഡി ആംപർസെൻറ്റ് മെട്രിക്സിൻ്റെ പേര് എ ആണ്. സോ എ ഓഫ് ഐ ജെ. സോ ഐയുടെ ജിയുടെ പൊസിഷൻ എന്താ? എ ഓഫ്, ഇവിടെ ക്യാപിറ്റൽ, ഞാൻ അവിടെ എല്ലാം ക്യാപിറ്റൽ എ ആണ് കൊടുത്തേക്കാം. സോ അപ്പോൾ ഇവിടെ ഒരു ക്യാപിറ്റൽ എ എന്ന് കൊടുത്തേക്കാം. സോ ക്യാപിറ്റൽ എ ഓഫ് ഐ ജെ. സോ എ ഓഫ് ഐ ജെ റീഡ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഐയുടെ ജിയുടെ വാല്യൂ 0 0. അപ്പോൾ ആദ്യം നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് എന്താണ്? എ ഓഫ് 0 0. സോ അതിനൊക്കെ ഞാൻ വാല്യൂ റീഡ് ചെയ്യാൻ പോവുകയാണ്. ദിറ്റ് ഇസ് 3. കണ്ടോ? വീണ്ടും ഏത് ലൂപ്പാണ് ഇൻക്രിമെന്റ് ആകുമ്പോൾ? ജെ ലൂപ്പാണ്. ജെ ലൂപ്പിൽ നമ്മൾ പുറത്തിറങ്ങിയോ? ഇല്ല, കണ്ടീഷൻ ഫാൾസ് ആയി ഇറങ്ങിയില്ലല്ലോ. സോ അപ്പോൾ വീണ്ടും ജെയുടെ വാല്യൂ ഇസ് 1. ജെയുടെ വാല്യൂ ജെയുടെ വാല്യൂ ഇസ് 1. സോ ദാറ്റ് 1 is less than 4 is again condition true. സോ അപ്പോൾ ഇവിടെ നമുക്ക് ഇനി എന്താവും? 0 1 0 1 റീഡ് ചെയ്യാൻ. സോ ഞാൻ റീഡ് ചെയ്യുന്നത് ടെസ്റ്റ് 4. കിട്ടിയോ? then again ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആവുകയാണ്. ഇൻക്രിമെന്റ് ടു 2. again 2 values again less than 4 condition is true. അപ്പോൾ ഞാൻ റീഡ് ചെയ്യുമ്പോൾ a of 0 2 a of 0 2. കണ്ടോ? അടുത്തത് വീണ്ടും ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാൻ 3 ആവാൻ പോവാണ്. ആൻഡ് ദിസ് 3 വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 4 is condition true. വീണ്ടും ലൂപ്പിൽ കയറുമ്പം ഐയുടെ വാല്യൂ സ്റ്റിൽ ഇറ്റ് ഇസ് റിമെയിൻ ആസ് 0 ബട്ട് ജെയുടെ വാല്യൂ നൗ ഗെറ്റ്സ് ഇൻക്രിമെന്റഡ് ടു 0 3. സോ 0 3യിലേക്ക് ഞാനൊരു വാല്യൂ റീഡ് ചെയ്യാണ് വിച്ച് ഇസ് ഈക്വൽ ടു 2. ഞാൻ ജസ്റ്റ് ഒരു വാല്യൂ റീഡ് ചെയ്ത് 2. ഇപ്പോൾ ഇവിടെ തീർന്നില്ല, ആ റോ തീർന്നില്ല. മീൻസ് ആ റോയിലെ എല്ലാ കോളം നമ്മൾ എൻട്രി ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. നൗ ജെ വാല്യൂ ഗെറ്റ്സ് ഇൻക്രിമെന്റഡ് ടു 4 ബട്ട് ഈ 4 is less than 4 കണ്ടീഷൻ ട്രൂ ആണോ? അല്ല. ലൂപ്പ് തെറ്റി, കണ്ടീഷൻ തെറ്റാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യും? ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങും. ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എഗെയിൻ നമ്മൾ ഈ 4 ലൂപ്പ് ഇവിടെ ക്ലോസ് ആയായിരുന്നോ? ഇല്ല. അപ്പോൾ എഗെയിൻ വി ആർ ഗോയിങ് ടു ദി 4 ലൂപ്പിലേക്ക്. എഗെയിൻ നമ്മൾ ആ 4 ലൂപ്പിലേക്ക് തന്നെ പോകാനായിട്ട് പോവാണ്. ദാറ്റ് ഇസ് ഐ ലൂപ്പിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ എന്താവും? ഐയുടെ വാല്യൂ നൗ ഇറ്റ്സ് ഇൻക്രിമെന്റഡ് ടു 1. സോ 1 ലെസ് ദാൻ 3 എന്നുള്ള കണ്ടീഷൻ ഇവിടെ ട്രൂ അല്ലേ? 1 ലെസ് ദാൻ 3 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആണ്. അഗെയിൻ സോ ഐ ഈസ് ഈക്വൽ ടു 1 ആൻഡ് 1 is less than 3 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആയി. സോ അപ്പോൾ ഇനി നമുക്ക് ഇനി അതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അടുത്ത കണ്ടീഷൻ ട്രൂ ആയിട്ട് ലൂപ്പിലേക്ക് കയറി. അടുത്തതിന് ജെയുടെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് വിച്ച് ഈസ് ഈക്വൽ ടു ജെയുടെ വാല്യൂ നൗ ഇറ്റ് 0 ആൻഡ് 0 is less than 4 എന്നുള്ള കണ്ടീഷൻ ട്രൂ. അപ്പോൾ ഇവിടുത്തെ ലൂപ്പിംഗ് എങ്ങനെ വരും? ദാറ്റ് ഇസ് ഐയുടെ വാല്യൂ ഇപ്പോൾ എന്താ? 1. ദാറ്റ് ഇസ് 1 0യിലേക്ക് വാല്യൂ റീഡ് ചെയ്യാൻ. 1 0യിലേക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 6. അഗെയിൻ ജെ ലൂപ്പ് തന്നെ ഇൻക്രിമെന്റ് ആവും 1. that is 1 less than 4 is condition 2. again അപ്പോൾ ഇവിടെ അടുത്ത condition 1 1 that is 2. again ജെയുടെ വാല്യൂ gets incremented to 2. again 2 is less than 4 condition 2. അപ്പോൾ ഇവിടെ വരുന്നത് 1 2. കണ്ടോ? റോ ഇപ്പോഴും സെയിം ആ 1 ആയിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വേണമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് നൗ ഇറ്റ് ഈസ് 5. again j value gets incremented to 3. 3 less than 4 is condition 2 and it is 1 and 3. so 1 3 ലേക്ക് നമ്മൾ റീഡ് ചെയ്യുന്നു and the value is 9. again അപ്പം ഇവിടെ വീണ്ടും j value equal to 4. 4 less than 4 ആണോ? ഇല്ല, കണ്ടീഷൻ false. j ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി. j ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ എങ്ങോട്ട് പോവാണ്? again i ലൂപ്പിലേക്ക് പോവാണ്. i യുടെ വാല്യൂ now it's incremented to 2 less than 3 condition true. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ജെ ലൂപ്പിലേക്ക് കയറും. സോ ജെ ലൂപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ എഗെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ജെയുടെ വാല്യൂ 0 ലെസ് ദാൻ 4 കണ്ടീഷൻ ട്രൂ. എ ഓഫ് ഐ ജെ, ഐയുടെ വാല്യൂ എന്താ? 2 ജെ 2 0. ഏതാ 2 0 പൊസിഷൻ ആയത്? വീണ്ടും ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 1 ആയി. ഇറ്റ് ഇസ് 1 ലെസ് ദാൻ 4 കണ്ടീഷൻ ട്രൂ. അപ്പം ഐയുടെ എ ഓഫ് ഐ ജെയിലേക്ക് റീഡ് ചെയ്യാൻ പറഞ്ഞാൽ ഐയുടെ വാല്യൂ സ്റ്റിൽ ഇറ്റ് ഇസ് റിമെയിൻസ് 2. ജെയുടെ വാല്യൂ നൗ ഇറ്റ് ഇസ് 1. ഓക്കെ, ഞാൻ ജസ്റ്റ് റീഡ് ചെയ്യാണ്. again jയുടെ വാല്യൂ ഇൻക്രിമെന്റഡ് ടു 2 and 2 less than 4 is condition true. then ഇവിടേക്ക് a of ij ലേക്ക് എലിമെന്റ് റീഡ് ചെയ്യാൻ പറയുന്നു. a of i യുടെ i value is now this 2 and j value now it's incremented to 2 and the value is 7. again j value gets incremented to 3 less than 4 is condition 2. so now the question is a of 2 3 now value is 8. again now j value gets incremented to 4 less than 4 is condition false. ഈ ലൂപ്പിൽ കയറില്ല.
പകരം ഐ ലൂപ്പിലേക്ക് പോകും. ഐ ലൂപ്പ് അഗൈൻ ഇൻക്രിമെൻറ്റ് ടു 3 ലെസ് ദാൻ 3 എന്ന കണ്ടീഷൻ ഫോൾസ് ആയി. സോ ഈ ലൂപ്പിൽ നിന്ന് നമ്മളിവിടെ പുറത്തിറങ്ങി വരും. ഓക്കെ, സോ അപ്പോൾ now നമുക്കിപ്പോൾ കണ്ടോ ആ മെട്രിക്സിലെ എല്ലാ ക്വസ്റ്റിനും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റിയത് കണ്ടോ. സോ അപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു എന്താ പറയുക 2 ഡയമെൻഷൻ അറേ ആയതുകൊണ്ട് നമുക്ക് 2 ഡയമെൻഷനും റീഡ് ചെയ്യണം. ഏതൊക്കെയാണ്? റോ ആൻഡ് കോളം, റൈറ്റ്? സോ ആ റോയും കോളവും നമ്മൾ ആദ്യമേ റോയുടെ വാല്യൂ അല്ലെങ്കിൽ കോളത്തിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം തന്നെ പ്രോഗ്രാമിൽ റീഡ് ചെയ്ത് വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 വേരിയബിൾ യൂസ് ചെയ്യും. ആയത് ROC അല്ലെങ്കിൽ MORN അല്ലെങ്കിൽ PQ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ. സോ നമ്മളിവിടെ R എന്നും C എന്നും നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ സ്പെസിഫൈങ് ദ റോ വാല്യൂ ആൻഡ് കോളം വാല്യൂ. അത് നമ്മൾ സാധാരണ പ്രോഗ്രാം നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഫസ്റ്റ് പാർട്ട് ഞാൻ എഴുതിയില്ല. ജസ്റ്റ് റീഡിംഗ് പാർട്ട് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ റീഡ് ചെയ്യുന്നുണ്ട് സ്കാൻ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് %d യൂസ് ചെയ്ത് കണക്ട്സ് ആൻഡ് ഇൻറ്റിജർ വാല്യൂ നമ്മൾ റീഡ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ഓൾ ആംപർസാൻഡ് സിമ്പിൾ യൂസ് ചെയ്ത് അത് നിങ്ങൾക്ക് അറിയാം. എന്താണ് ആംപർസാൻഡ് സ്പെസിഫൈ ചെയ്യുന്നത്? ഓൾവേസ് അഡ്രസ് ലൊക്കേഷൻ, റൈറ്റ്? സോ അപ്പോൾ നമുക്കിപ്പോൾ എങ്ങനെയാണ് 2 ഡയമെൻഷണൽ അറേയിൽ റീഡ് ചെയ്തത് എന്നുള്ളത് നമുക്ക് കിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് ലൂപ്പും വർക്ക് ചെയ്യുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതേ പ്രോഗ്രാം അല്ലെങ്കിൽ ഇങ്ങനെ ഇതേ ഒരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്കത് പ്രിൻറ്റ് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. ഓക്കെ, സോ അപ്പം ഞാൻ നമ്മളിപ്പോൾ റീഡിങ് കഴിഞ്ഞു, നമ്മൾ പ്രിൻറ്റിങ് ആണ് കേട്ടോ. സോ ഞാൻ നേരത്തെ എഴുതിയ പ്രോഗ്രാമിൽ ചേഞ്ചസ് വരുത്തിയ ഭാഗത്താണ് ഞാൻ ആ ബ്ലൂ കളറിൽ ഇങ്ക് വെച്ചിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ നോക്കിയൊരു പ്രിൻറ്റ് എഫിനകത്ത് സ്കാനഫ് മാറി പ്രിൻറ്റ് എഫ് ആയി, സ്കാനഫ് മാറി പ്രിൻറ്റ് എഫ് ആയി. ഓൾവേസ് സ്മോൾ ലെറ്റർ P ആണ് കേട്ടോ. നിങ്ങൾ എപ്പോഴും പ്രോഗ്രാമിൽ ഏത് സ്റ്റുഡൻസും വരുത്തുന്ന ഒരു ചേഞ്ച് ആണത്, അതൊരു തെറ്റാണ് കേട്ടോ. സ്മോൾ പ്രിൻ്റ് എഫ്, സ്മോൾ സ്കാനഫ്, അതുപോലെ പ്രിൻറ്റ് കഴിഞ്ഞ് സ്പേസ് കഴിഞ്ഞിട്ടുള്ള എഫ് എഴുതുക, ഒറ്റ വേർഡ്, പ്രിൻ്റ് എഫ് ഒറ്റ വേർഡ്, സ്കാനഫ് ഒറ്റ വേർഡ് കേട്ടോ. തെറ്റിക്കരുത്. കൂടുതലും പ്രോഗ്രാമുകളിൽ നിങ്ങൾ ലാബ് ചെയ്യാറുള്ളപ്പോൾ ഒരുപാട് കാണാറുള്ളൊരു എററാണ്. അങ്ങനെ ചെയ്യരുത്. ഈവൻ നിങ്ങൾ പേപ്പറിൽ എക്സാം പേപ്പറിൽ എഴുതുമ്പോഴും അങ്ങനെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പ്രിൻ്റ് എഫ് എന്ന് ഒറ്റ വേർഡിൽ എഴുതുക. ഒരുപാട് പേരുടെ പേപ്പർ നോക്കുമ്പോൾ കാണുന്ന ഒരു എററാണ്, കോമൺ എറർ. ഓക്കെ, സോ പ്രിൻ്റ് എഫ് %d ഇവിടെ ആംപർസാൻഡ് മാറി A(ij) ബാക്കിയൊക്കെ സെയിം. ഇവിടെ ഒരു ലൈൻ കൂടി ഞാൻ ആഡ് ചെയ്തു, പ്രിൻ്റ് എഫ് /n. എന്ത് /n-ൻ്റെ മീനിങ് തന്നെ ഗുഡ് നെക്സ്റ്റ് ലൈൻ എന്നാണ് അല്ലേ. സോ അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ നെക്സ്റ്റ് ലൈനിൻ്റെ ആവശ്യം എന്ന് നമുക്കൊന്ന് നോക്കാം. സോ അപ്പോൾ നമുക്ക് ഇതേ പ്രോഗ്രാം, സോ ഓൾറെഡി ഇപ്പോൾ മെട്രിക്സ് നമുക്ക് ഓൾറെഡി ഉണ്ട്. സോ നമുക്കിതൊരു മെട്രിക്സ് രീതിയിൽ നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. നമുക്ക് നോക്കാം പ്രോഗ്രാം. സോ അപ്പോൾ ആരുടെയും സിയുടെ ഒക്കെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പ്രിൻറ്റ് ചെയ്യാനായിട്ട് പോവാണ്. So now I value is 0 and 0 is less than 3 condition true. Loop like query and again j equal to 0 and 0 is less than 4 condition is true. Loop like query. So print printf %d A(ij). A(ij) then I the values 0 and j the value 0. Okay, sorry. Printf /n ഇവിടെ അല്ല, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, സോറി. സോ എഴുതുന്നത് ഇവിടാണ്. ഈ ജെയുടെ ലൂപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് printf /n സെമിക്കോളൻ. ഓക്കെ, അതിനുശേഷമാണ് ജസ്റ്റ് ഐ ലൂപ്പ് ക്ലോസ്. ഓക്കെ, സോ അപ്പം ഓക്കെ പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നു. A(0) പൊസിഷൻ്റെ വാല്യൂ 0, ദാറ്റ് ഇസ് 3 പ്രിൻറ്റ് ചെയ്തു. വീണ്ടും ലൂപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. ജെയുടെ വാല്യൂ ഇസ് 1 is less than 4 is condition true. അപ്പോൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത് I the value still remains it is 0, j the value is 1. So 0 1 position value in the 4. Then ഒരു കാര്യം ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് വരത്തില്ല, കാരണം എന്താ /t കൂടി ഇവിടെ ഇട്ടാലേ അത് വരുത്തോളായിരുന്നു കേട്ടോ. /t കൂടി നമുക്ക് ഇവിടെ ഇടാം. /t കൂടി ഇട്ട് കഴിഞ്ഞാൽ /t %d/t എന്നും കൂടെ നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പും കൂടെ നമുക്ക് കിട്ടും. 3 and 4. സോ വീണ്ടും അടുത്തത് വീണ്ടും j വാല്യൂ ഇൻക്രിമെൻറ്റ് ടു 1 ആകുമ്പോൾ നമ്മൾ എഴുതി. Again j value incremented to 2 less than 4 is condition true. So അടുത്തത് 0 2 value is 1. വീണ്ടും പ്രിൻറ്റ് ചെയ്തിട്ട് നമ്മൾ /t പൊസിഷനിലേക്ക് വന്നിട്ട് വീണ്ടും അടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. Again j value incremented to 3 less than 4 is condition true. Again ലൂപ്പിലേക്ക് കയറിയിട്ട് നമ്മൾ A(03) വാല്യൂ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നു. 03 വാല്യൂ is 2. Again j value incremented to 4 less than 4 condition false. ലൂപ്പിലേക്ക് കയറത്തില്ല, പകരം അതെവിടെ പോകും അടുത്ത എന്നിട്ട് എന്താ ചെയ്യുക? സത്യം നമുക്കിപ്പോൾ ഫസ്റ്റ് റോ കഴിഞ്ഞില്ലേ. മെട്രിക്സ് രീതിയിൽ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ പ്രിൻറ്റ് ചെയ്യേണ്ടത്? ഇത് ആദ്യത്തെ റോ. രണ്ടാമത്തെ റോ എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് മൂവ് ചെയ്യണ്ടേ. അതെപ്പോഴാണ്? ഈ ആദ്യത്തെ റോയിൽ 4 എലമെൻറ്റ്സ് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി നീഡ് ടു മൂവ് ടു ദ നെക്സ്റ്റ് ലൈൻ ആൻഡ് ദെൻ പ്രിൻറ്റ് ദ സെക്കൻഡ് റോ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ലൂപ്പിൽ ദാറ്റ് ഇസ് ഈ ലൂപ്പ് എപ്പോഴാണ് പുറത്തിറങ്ങുന്നത്? നമ്മൾ 4 കോളം റീഡ് ചെയ്ത് അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനുശേഷം ഈ 4 ഐ ലൂപ്പിലേക്ക് റോ ലൂപ്പിലേക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് നെക്സ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ മൂവ് ടു ദ നെക്സ്റ്റ് ലൈൻ കേട്ടോ. നെക്സ്റ്റ് ലൈനിലേക്ക് പോയിട്ടാണ് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ടു 1
1 and 1 is less than 3, condition true. Again ഇവിടെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് 0 and 0 less than 4 is condition true. അപ്പോൾ നമ്മുടെ പൊസിഷൻ ഏതാണ്ട് ആദ്യം വരാൻ പോകുന്നത് ഐയുടെ വാല്യൂ ഇസ് 1. സോ 1 0 1 0. ഓക്കെ, അപ്പം 6 പ്രിന്റ് ചെയ്യും. അതിൻ്റെ സ്ലാഷ് ടി പറയാണ്. സോ മൂവ് ചെയ്ത് ഇവിടെ നിൽക്കും. Again jയുടെ വാല്യൂ ഇസ് 1 1 less than 4, condition 2. Again അടുത്ത പൊസിഷൻ ഇസ് 1 1 1 1 ന്റെ വാല്യൂ ഇറ്റ് ഇസ് 2. Again slash t, next position jയുടെ വാല്യൂ ഇസ് 2 2 less than 4, condition 2. അടുത്ത വാല്യൂ ഇസ് 1 2 1 2, that is 5. Again j value gets incremented to 3 3 less than 4, condition 2. അടുത്ത position value 1 3, that is 9. So ആ കോളം കഴിഞ്ഞു. ദാറ്റ് ഇസ് ഇവിടെ 4i 4 less than 4, condition false ആയി പുറത്തിറങ്ങി. j ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് മൂവ് ചെയ്തിട്ട് വേണം we need to increment the i value as 2. So 2 less than 3, condition 2. Again j value starting from 0 0 less than 4, condition it is true. So അപ്പം i യുടെ value now it is 2. So i യുടെ value 2 0 2 0 പ്രിന്റ് ചെയ്യാൻ പറയുമ്പോൾ we get 2. കണ്ടോ, മെട്രിക്സ് രീതി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം നമ്മളിവിടെ സ്ലാഷ് ടീം കറക്റ്റായിട്ട് സ്ലാഷ് ടീം സ്ലാഷിന് ഇട്ടത് കൊണ്ടാണ് അങ്ങനെ കിട്ടിയത് കേട്ടോ. 2. സോ ദെൻ അടുത്ത വാല്യൂ ജെയുടെ വാല്യൂ 1. സോ ദർ 2 ദെൻ അടുത്തത് 1 ദെൻ 7 ദെൻ 8. അപ്പം നെക്സ്റ്റ് ലൈനിലേക്ക് വീണ്ടും പോകും. നെക്സ്റ്റ് ലൈനിലേക്ക് പോയിട്ടാണ് ഐ വാല്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്ത് 3 ആണ്. 3 less than 3, കണ്ടീഷൻ ഫോൾസ് ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കണ്ടോ, മെട്രിക്സ് രീതിയിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത് കണ്ടോ. സോ അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വരുന്നതാണ് മെട്രിക്സ് രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് ഈ സ്ലാഷിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഇട്ടോണം. എപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണ് ഈ കോളം ഇവിടെ അല്ലേ ജെ ലൂപ്പിലല്ലേ നമ്മൾ കോളം സ്പെസിഫൈ ചെയ്യുന്നത്, ഐ ലൂപ്പിലാണ് നമ്മൾ റോ സ്പെസിഫൈ ചെയ്യുന്നത്. ഇത് റോയും ഇത് കോളം. അപ്പോൾ എപ്പോഴാണ് ഓരോ കോളം തീരുന്നത്, സോ ഒരു റോയിലെ കറസ്പോണ്ടിങ് കോളം മൊത്തം തീരുന്നത്, അന്നേരം നമ്മൾ നെക്സ്റ്റ് ലൈനിലേക്ക് ഇവിടെ മൂവ് ചെയ്യണം. മൂവ് ചെയ്തിട്ട് വേണം നമ്മൾ വീണ്ടും റോയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാം. സോ ഇങ്ങനെയാണ് ഒരു 2 ഡയമെൻഷണൽ അറേ അല്ലെങ്കിൽ ഒരു മെട്രിക്സിലേക്ക് നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയും അത് റീഡ് ചെയ്യുകയും അതേ എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.